Hi guys, what's up guys? Sorry, hi friends, what's up friends? അപ്പം നമുക്ക് ഇന്ന് ഇത് ഒലത്തൊന്നുമില്ല, ജസ്റ്റ് ഇതിങ്ങനെ അരിഞ്ഞ് വെക്കണം. കാരണം ഇത് ചീത്തയാവാൻ തുടങ്ങി. അങ്ങനെ കാണുന്നില്ലല്ലേ, ഇത് കുറച്ചധികം ദിവസം 2 ആഴ്ചക്ക് മേളിലായി ഇത് മേടിച്ച് വെച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ അടി കേടാവാൻ തുടങ്ങി. അപ്പം നമുക്കിത് മുറിച്ച് വെക്കാം, ആവശ്യാനുസരണം എടുത്ത് ഒലത്താം, തേങ്ങയൊക്കെ കൊത്തിയിട്ട് ഒലത്താം. കുറേ ക്വാണ്ടിറ്റി ഇങ്ങനെ കയ്യിലുള്ള കൊണ്ടാവും തെറിച്ച് പോയി. ഇപ്പോൾ കുറച്ച് കയ്യിൽ ഒതുങ്ങണില്ല. കൈ വേണ്ട, ഈ കത്തിക്കാൻ വലിയ മൂർച്ചയില്ല. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സവാള അരിഞ്ഞ് വെക്കണം, അല്ലെങ്കിൽ സവാളയും കേടായി പോവും. ഇതെല്ലാം അരിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും ഇടക്കിടക്കിരുന്ന്. അല്ലെങ്കിൽ ഞാൻ ഫുള്ളും പുറത്തുനിന്ന് മേടിക്കണം. ഇത് അരിയണമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ പിന്നെ പുറത്തുനിന്നേ മേടിക്കത്തുള്ളൂ. പക്ഷേ ഇങ്ങനെ അരിഞ്ഞ് വെച്ചേക്കണുണ്ടായി, എന്തായാലും അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ കുറച്ചുകൂടി സിമ്പിളായല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതിനെ ഉണ്ടാക്കാൻ ശ്രമിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇത് അരിഞ്ഞ് വെക്കണത്. ഇതാണ് എൻ്റെ മോട്ടിവേഷൻ അരിഞ്ഞ് വെക്കുമ്പോൾ. ഞാൻ രാവിലെ എണീറ്റു ചോളവും പഴവും പുഴുങ്ങി തിന്നു, ഒരു കോഫിയും ഉണ്ടാക്കി കുടിച്ചു. അങ്ങനെയാണ് ഞാൻ എൻ്റെ പ്രഭാതം ഒന്ന് സ്റ്റാർട്ട് ചെയ്തത്. 10:30 ആയപ്പോൾ പ്രഭാതം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതെല്ലാം നടുപ്പിച്ച് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കാനിരിക്കുന്നതാണ്. സോർട്ട് ഔട്ട് ചെയ്യണമെന്ന് നമ്മളിന്ന് എന്തൊക്കെ ചെയ്യും എന്നുള്ളത്, എന്നിട്ട് പഠിക്കാതിരിക്കത്തുള്ളൂ, എന്നാലെല്ലാം നടക്കത്തുള്ളൂ. ചില കഷ്ണങ്ങളൊക്കെ വലുതാക്കി പോയിട്ടുണ്ട് അരിഞ്ഞപ്പോൾ. ഞാൻ ആദ്യം പറഞ്ഞ് ഇങ്ങനെ കൂട്ടിപ്പിടിച്ചരിയണത്. ഞാൻ ഓരോന്ന് 3 എണ്ണമൊക്കെ ചരിയാറുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇത് കൂടുതലുള്ളതുകൊണ്ട് ഞാൻ ആ 3 എണ്ണം അരിഞ്ഞ് കഴിഞ്ഞ് എനിക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. സമയവും കുറേ പോവും, എനർജി ലോസ് ആവും. സോ നമുക്കിതിങ്ങനെ അരിഞ്ഞ് മാറ്റി വെക്കാം. അത് ഇപ്പം തന്നെ ഇത് അരിഞ്ഞിട്ട് ഇത്ര പോയി. ഇനി അതും കൂടി ഉണ്ട്, കുറച്ചും കൂടി ഉണ്ട്. ഇന്നലെ ചപ്പാത്തിയും ഗ്രീൻ പീസും ആയിരുന്നു എനിക്ക്. അപ്പം അതൊന്ന് എന്നിട്ടാണ് ചപ്പാത്തി ചുടണം, ഗ്രീൻ പീസ് കറിയായിട്ട് ചൂടാക്കാനുണ്ട്, ചൂടാക്കാനുണ്ട്, ചപ്പാത്തി പരത്തണം. ഇങ്ങനെ കുറച്ചധികം പണികൾ ബാക്കി കിടക്കുന്നുണ്ട്. ഒരു പുഷ്പം മാത്രമെൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ. അപ്പുറത്താര് പിള്ളേരൊക്കെ പാട്ട് പറഞ്ഞിട്ടുണ്ട് മൈക്കിൽ. നല്ല പാട്ടാണ്, പക്ഷെ പാടിയത് തന്നെ പിന്നെ പാടിക്കൊണ്ടിരിക്കുന്നു മനുഷ്യനെ ഉറപ്പിക്കാൻ. പുതിയ കുരു ഉണ്ട് നെറ്റിൽ, കണ്ടോ, വെടി വെച്ച പോലെ കൃത്യം. മൂക്കൊക്കെ ഉണങ്ങി ഗൈസ്, മൂക്കുണങ്ങിയിട്ടുണ്ട്. അവരന്ന് മൂക്ക് കുത്തിയപ്പോൾ എന്നോട് പറഞ്ഞത് കൃത്യം 5 ദിവസം കഴിഞ്ഞിട്ട് അവർ ഇട്ടേക്കണ ആ ഒരു എന്നിട്ടാണ് ഈ ഗോൾഡിൻ്റെ മാറ്റിക്കോന്ന് പറഞ്ഞതാണ്. എൻ്റെ കൂട്ടുകാരി വന്ന് എന്നെ പിരികേറ്റി അവൾക്ക് അപ്പം തന്നെ എന്നെ കൊണ്ട് ഉരിച്ചാൽ പറ്റത്തുള്ളൂ. സിമ്പിളാണ്, ഈസിയാണ്, പവർഫുള്ളാണ് എന്നൊക്കെ പറഞ്ഞ് അവൾ എന്നെ കൊണ്ടത് ഊരിപ്പിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ പൊന്നേ, ഞാൻ പരലോകവും സ്വർഗവും ഒരുമിച്ചെല്ലാം കൂടി കണ്ടു. ഭയങ്കര വേദനയായിരുന്നു. പിന്നെ മാത്രമല്ല അത് കുറച്ച്
തുരുമ്പിച്ച് പോയി തുടങ്ങിയായിരുന്നു, കളറൊക്കെ പോയത് എൻ്റെ. മേ ബി അത് ഇൻഫെക്ഷൻ ആവാൻ ചാൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഞാനും വിചാരിച്ചാണ് പിന്നെ മാറ്റിയേക്കാം. പക്ഷെ നല്ല വേദനയായിരുന്നു. പക്ഷെ ഇപ്പോൾ വലിയ വേദനയില്ല. ഇപ്പം ഞാൻ അതിൻ്റെ ഓയിൽമെൻറ്റൊക്കെ തേക്കുന്നുണ്ട്. ഇത് ഉണങ്ങാനുള്ള ഓയിൽമെൻറ്റ്, ഇൻഫെക്റ്റഡ് ആവാതിരിക്കാനുള്ള ഓയിൽമെൻറ്റ്. ചെറിയൊരു ട്യൂബിൻ്റെയാണ്, 90 രൂപയുള്ളൂ. പക്ഷെ നല്ല സാധനമാണത്, വെളുത്തിട്ടായിരുന്നു. ഇപ്പോൾ പാട്ടേക്കാണെന്ന് അറിയത്തില്ല നിങ്ങൾക്ക്. ഗണനായകായാണ് ഒരു പാടാൻ പോണത്. ഇപ്പോൾ ഇതല്ല മ്യൂസിക് ട്രൂപ്പാണെന്നോ എനിക്കറിയത്തില്ല. എല്ലാ ദിവസവും കേൾക്കാം. അതൊരു പാട്ട് തുടങ്ങുമ്പോൾ തന്നെ ഒരു പാടണം ഇതോട്ടെന്നറിയോ, മറ്റേ മണിച്ചിത്രത്താഴില്ല സരസസുന്ദരീമണി. ഞാൻ ഒരു ദിവസം രാത്രി മേളിൽ ഞാൻ കോൾ ചെയ്തുകൊണ്ടിരിക്കണമായിരുന്നു, അറിയോ. അപ്പം ഞാൻ പെട്ടെന്ന് ഈ പാടിയിട്ട് ഞെട്ടിപ്പോയി. തുടങ്ങിയത് തന്നെ സരസസുന്ദരി എന്ന് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ പിന്നെ ഇപ്പം ഇത് ശീലമായി. പക്ഷെ ചിലപ്പോഴൊക്കെ നല്ല സുഖമാണ് കേട്ടോണ്ടിരിക്കും. പിന്നെ പാടിയത് തന്നെ വിറപ്പിച്ചുകൊണ്ടിരിക്കും. എപ്പോൾ പാടിയാലും ഇവർ സരസസുന്ദരി പാടും, പിന്നെ ഇടക്ക് വെച്ച് ഇത് പാടും, ഗണനായകയൊക്കെ പാടും. അറിയത്തില്ല. നല്ല സൗണ്ടുള്ള കൊച്ചാണ് പാടണം. നല്ല രസമുണ്ട്. നല്ല കണ്ടതാണ്. ഓക്കെ ഗൈസ്, പിന്നെ കാണാം. നടുവേണ്ട കാണാം. അപ്പോൾ നിങ്ങൾ ഈ ചാനലിലെ വീഡിയോസും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ ഉണ്ട, ലൈക്ക്, സബ്സ്ക്രൈബ് അത് മാത്രം മതി. ഷെയർ ചെയ്താൽ ചിലപ്പോൾ എന്നെ അറിയണ ആരെങ്കിലുമൊക്കെ കണ്ടാലും. സത്യം പറഞ്ഞത് ആർക്കും അറിയത്തില്ല ഈ ചാനലിൻ്റെ കാര്യം. ഞാൻ അതാണ് ഇടക്കിടക്ക് പുറകിലേക്ക് നോക്കണത്, ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടോ. അധികം പേർക്കൊന്നും അറിയത്തില്ല. എൻ്റെ കുറച്ച് ഫ്രണ്ട്സിന് മാത്രമേ ഇവിടുത്തെ ഹോസ്റ്റലിലുള്ളവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അവരോട്ടാർക്കും അറിയത്തില്ല. കഴിഞ്ഞു. ഞാൻ ഗ്രീൻ പീസിൻ്റെ പരിപാടി കഴിഞ്ഞു. ഗ്രീൻ പീസ് അല്ലല്ല, ഇതിൻ്റെ കാര്യം കഴിഞ്ഞു. ഇത് കുറേ ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ നമ്മളിത് എന്ത് ചെയ്യും? നമ്മൾ വലിയ പാത്രത്തിലിട്ട് വെക്കണം. വലിയ പാത്രം ഉണ്ട് കേട്ടോ എനിക്ക്. ഇത് നമുക്ക് സവാള അരിയാനുണ്ട്. അതിൻ്റെ കഴുകണ്ട, കളയാം. അടങ്ങ ഇനി ഇതിലേക്ക് പകർത്താം. സാലക്കളക്കട്ടെ, എനിക്ക് ഇന്നാളല്ലേ. ഓക്കെ, ഈ പാത്രത്തിൻ്റെ ഒരു പകുതി മുക്കാലോളം ഉണ്ടത്. എനിക്ക് വെളുത്തുള്ളിയും കൂടി ഒന്ന് തൊലി കളഞ്ഞിട്ട് വെക്കാം. പിന്നെ അതിൻ്റെ പരിപാടി നോക്കണ്ട. വെളുത്തുള്ളിയൊക്കെ മുളച്ചു തുടങ്ങി. അടുത്ത ക്ലിപ്പിൽ കാണാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ എവിടെ നിന്ന് പറഞ്ഞാൽ ബീൻസ് അരിഞ്ഞ് എന്നിട്ടാണ് തേങ്ങ ചിരണ്ടി കാര്യങ്ങൾ കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് ഉച്ചക്കൊക്കെ കഴിക്കണം. ഇപ്പോൾ എത്ര മണിയായി? 12-13. പക്ഷെ കഴിച്ചിട്ടില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. നമ്മൾ പിന്നെ പഠിക്കാൻ സപ്ലൈഡ് പഠിക്കാനും തീർക്കണം. ക്വസ്റ്റ്യൻ ഫുൾ ആൻസർ ചെയ്ത് തീർത്തിട്ട് ഞാൻ ഇന്നത്തെ ദിവസം കഴിപ്പിക്കത്തുള്ളൂ. കുറേ ദിവസമായി ഇരിക്കണമെന്നില്ല. 30-ാം തീയതി എക്സാം ഉണ്ട് ചങ്ങനാശ്ശേരിക്ക് എന്നുള്ളത്. അപ്പോൾ ഇന്നത് തീർക്കണം. ഇന്ന് എസ്എ ക്വസ്റ്റ്യൻ തീർത്ത് കഴിഞ്ഞാൽ ബാക്കി 2 മാർക്കിൻ്റെ 5 മാർക്കിൻ്റെ ഒക്കെ പഠിക്കാനിരിക്കാം. ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് നോക്കുന്നത്. കഴിഞ്ഞേക്കും
2024 അത് ഗൂഗിളിൽ നിന്ന് എടുത്തു. അല്ലെങ്കിൽ ഈ വീഡിയോ എടുത്ത് തുടങ്ങുന്ന സമയത്ത് എനിക്ക് നാട്ടുകാരെല്ലാവരും വിളിക്കുന്നത് എല്ലാം പഠിക്കുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ ഓയിൽമെൻ്റാണ് ഇട്ടേക്കണം. പക്ഷേ ഇങ്ങനെ തിളങ്ങണം, ഇഷ്ടത്തിളപ്പൊന്നുമില്ല, വേദന എടുക്കണം. അപ്പോൾ പഠിക്കാനായിട്ട് ഞാൻ ഈ എക്സാമിന് ഞാൻ തുണ്ട് വെക്കാതെ ജയിക്കും. അതാണ് ഈ പ്രാവശ്യത്തെ എൻ്റെ ഇൻറ്റൻഷൻ. തുണ്ട് വെക്കാതെ എൻ്റെ ഓൺ സ്കിൽ വെച്ച്, ഓൺ ബ്രെയിൻ വെച്ച്, തുണ്ടൊന്നും അടിക്കാതെ, തുണ്ടൊന്നും നോക്കാതെ ഞാൻ പഠിക്കട്ടെ. പഠിച്ചിട്ട് അടുത്ത വീഡിയോ കാണാം. ഇതിന്ന് പ്രത്യേകിച്ച് കണ്ടൻ്റ് ഒന്നുമില്ല കേട്ടോ. എവിടെയൊക്കെ പുറത്ത് പോകണമെങ്കിൽ എടുക്കാം. ഞാൻ ഈ ഹോസ്റ്റലിനകത്ത് തന്നെ ആയിരിക്കും മേ ബി. ടൊമാറ്റോ സോസ് കച്ചപ്പ് ഭയങ്കര ഇഷ്ടമാണ്, ടൊമാറ്റോ കച്ചപ്പ്. പക്ഷേ വെറുതെ തിന്നാൻ പാടില്ല, തിന്നാനേ പാടില്ല, വെറുതെ ഒപ്പം തിന്നാൻ പാടില്ല. ഇത് പഠിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഇത് വായിക്കണം. ഏതൊരു ബുക്ക് വായിച്ചെടുക്കാം. വീട്ടിൽ നിന്ന് വായിക്കാൻ വേണ്ടി എടുത്തോണ്ട്, പക്ഷെ വായിക്കാൻ പറ്റുന്നില്ല ഇതുവരെ. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ചിരുന്ന് പഠിച്ച് എപ്പോഴാണ് താഴത്തെ ബെഡിലത്തെ ബിനി എന്ന് പറഞ്ഞ കുട്ടി പോണെയാണ്. അപ്പോൾ ഞാൻ മേളിലായിരുന്നു വെച്ചത്, അവളെ താഴത്തും. അപ്പോൾ അവളുടെ ബെഡിലത്തെ മേറ്റേക്ക് എടുത്തിട്ട് എൻ്റെ സാധനം താഴത്തേക്ക് എടുത്തിട്ട്, പ്ലസ് ഞാൻ ഫാനും തുടച്ചു. നല്ല പൊടിയുണ്ടായി. എനിക്കാണെങ്കിൽ പൊടിയൊക്കെ ഏതെങ്കിലുമൊക്കെ മൂലയിൽ കൂടി പോയാൽ മതി. ഞാനോൻ്റെ അടുത്ത് കയറിയില്ലല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് തന്നെ വരും തുമ്മലൊക്കെ കൂടി. ഞാൻ അതുകൊണ്ട് മാസ്കൊക്കെ വെച്ചിട്ടാണെങ്കിലും ചെയ്തു. പക്ഷേ ഭയങ്കര തുമ്മലായിരുന്നു. ഇനി ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കണം, ഇവിടെയൊക്കെ ഒന്ന് അടിക്കണം. കുറേ പണിയുണ്ട് ഇതിൻ്റെ അകത്ത്. അവരാണെങ്കിൽ അവിടെ സാധനം മൊത്തം കൊണ്ടുപോയിട്ടില്ല. കുറച്ച് നേരം കേട്ടോ വരും എല്ലാം എടുക്കാൻ. അപ്പോൾ ഒന്നും കൂടി ക്ലീൻ ചെയ്യണം. അടിക്കട്ടെ, തുടങ്ങട്ടെ. ബൈ ബൈ ഫ്രണ്ട്സ്. അങ്ങനെ ഞാൻ താഴത്തേക്ക് വന്ന സാധനങ്ങളൊക്കെ താഴത്തേക്ക് വെച്ച്, ഇതാണ് താഴത്തെ കട്ടില്. പിന്നെ വെള്ളം താഴെ കിടക്കട്ടെ, എന്നാലും നമ്മൾ കൊണ്ടുപോകും. പിന്നെ എനിക്ക് ഈ ആനക്കുട്ടീനെ തന്നു പിന്നീട് ഓർമ്മക്കായിട്ട് ഇവിടെ കിടന്നിട്ട്. പിന്നെ ഇപ്പം എൻ്റെ ടിങ്കുവിൻ്റെ ഒരാളാണ് ടിങ്കുവാനക്കും മിങ്കുവാനെ. അപ്പോൾ തുമ്മലായതുകൊണ്ടാണ് ഞാൻ മാസ്ക് എടുത്ത് വെച്ചത്. പക്ഷേ മാസ്കിൻ്റെ ഉള്ളിൽ കൂടി പൊടിയേറി. ഇനി ഒന്ന് കുളിക്കണം. ഇവിടുത്തെ പണി അത്യാവശ്യം കഴിഞ്ഞിട്ടുണ്ട്. പോകുമ്പോഴത്തെ ഭയങ്കര കാറ്റ്, മറ്റേ എന്നിട്ടാണ് ചുഴലിക്കാറ്റ് പോലത്തെ ഭയങ്കര കാറ്റ്, സീൻ കാറ്റ്. അധ്വാനം. കുളിക്കണം. ശരി, പിന്നെ കാണാം. കുറച്ച് പണിയൊക്കെ ഉണ്ട്. എല്ലാം നിങ്ങളോട് പറയാൻ പറ്റത്തില്ലല്ലോ ഫ്രണ്ട്സ്. അങ്ങനെ കുടിച്ച് കഴിഞ്ഞു. ഇപ്പോൾ വെള്ളമുണ്ട്. പക്ഷെ പെട്ടെന്ന് ഉണങ്ങി ഷാമ്പൂ ഇട്ടായിരുന്നു. അതാണ് ഇങ്ങനെ പാറി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവരാണ് ഇപ്പം തന്നെ താഴേക്ക് പോകും. മൂക്കിൽ മറ്റേ ഇതിൻ്റെ ഓയിൽമെൻറ്റ് വെച്ച് ഇൻഫെക്റ്റഡ് ആവാതിരിക്കാനുള്ള ലിപ്സ്റ്റിക് ഇട്ട് സ്കിൻ കെയർ ഒക്കെ ചെയ്യണം. എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായി കഴിക്കണം. ഇപ്പം എത്ര മണിയായിപ്പോൾ? 1:14 ചെയ്യും. ഉച്ചക്കത്തേക്ക് അതേപോലെ കഴിക്കണം. അതിൻ്റെ പഠിക്കാതിരിക്കണം. അമ്മൂൻ്റെ വെപ്പുവല്ലൊക്കെ ഉണ്ട്. വെപ്പുവല്ലല്ലോ, മറ്റേ പല്ല് പൊന്താതിരിക്കാൻ മറ്റേ അണ്ണാക്കിൻ്റെ മേളിലേക്ക് ഇടുന്ന സാധനമില്ലേ, അതൊക്കെ ഇവിടെ ചിലവ് വരുന്നുണ്ട്. മാറി വെള്ളത്തിലൊക്കെ ഇട്ട് പൊതിഞ്ഞ് ചെപ്പിലൊക്കെ ആക്കി.
ഉണങ്ങാതെ ഇരിക്കും കഴിഞ്ഞാൽ പൊട്ടിക്കും. അപ്പോൾ ഇന്നിപ്പോൾ നമുക്കിനി ഇന്ന് പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ ഈ വീഡിയോൻ്റെ അകത്ത്. ഞാനിപ്പോൾ പറയും വീഡിയോയിലുള്ള കാര്യങ്ങൾ. ഞാനിപ്പോൾ ഈ ഫാൻ തുടക്കലൊക്കെ എടുത്ത് പിന്നെ എന്തിട്ടാണ് പഠിക്കാനിരിക്കണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ. അല്ലാതെ വലിയ ഗംഭീര വീഡിയോ ഒന്നും അല്ലാതെ. പുറത്തേക്കൊന്നും പോകത്തില്ലായിരിക്കും. വല്ല അങ്ങനെ വല്ല പോകണമെങ്കിൽ ഞാൻ ഇനി അതും കാണിക്കും. ഇപ്പം ഞാൻ ഇന്നലെ മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാവ് പൊന്തിയിട്ടുണ്ട് ചെറുതായിട്ട്. ഇനി അതുകൊണ്ട് ദോശ വേണം. ദോശ ചുട്ടിട്ട് കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് അത് കഴിക്കണം. ദോശ ചുടണോ അല്ലെങ്കിൽ പഴം ഇരിക്കുന്നുണ്ട്. പഴവും പഞ്ചസാരയും തേങ്ങയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ റോസ്റ്റ് ചെയ്യണം. വെണ്ണയൊക്കെ ഇട്ട്, വെണ്ണയല്ല നെയ്യൊക്കെ ഇട്ട്. എന്നെ തിന്നണ്ടേന്ന് എനിക്കൊരു ഇതില്ല, പിടുത്തമില്ല. ഇന്നലെ ആണെങ്കിൽ ഇന്നലെ രാവിലെ ആണെങ്കിൽ ഞാൻ ബീൻസൊക്കെ അരിഞ്ഞ് വെച്ച് എന്തെങ്കിലുമൊക്കെ തിന്നണം. ചോറുണ്ടാക്കണം എന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ഉണ്ടാക്കി തിന്നട്ടെ. താഴത്തേക്ക് തന്നെ വീഡിയോ കോൾ ചെയ്യാറില്ല, വീഡിയോ എടുക്കാം. പല്ലേച്ചു, കുളിച്ചു, ഷാമ്പൂ ഒക്കെ ഇട്ട് തലയെ കഴുകി. ബിസ്ക്കറ്റ് ഒറിജിനൽ നമ്മ ഇന്നലെ അരച്ച് വെച്ചത് പൊന്തി പിന്നെ നല്ലോണം പൊന്തി. ഞാൻ വിചാരിച്ച് ഇത് എന്നിട്ടാണ് ചോറിട്ടില്ലെങ്കിൽ പൊന്തത്തില്ലെന്ന് കരുതി. പക്ഷെ നല്ലോണം പൊന്തി. നല്ല പൊളിച്ച്. ദോശ ഉണ്ടാക്കണം. ദോശയും കറി. മിസ് യു ഭയങ്കരമായിട്ടും മിസ് യു ഗൈസ്. അങ്ങനെ ഫ്രണ്ട്സ് അങ്ങനെ ഞാൻ അരച്ച് വെച്ച ദോശമാവ് പൊന്തിയിരിക്കുന്ന ഞാൻ വിചാരിച്ച പൊന്തത്തില്ലെന്ന്. കാരണം അരി കുറച്ചിട്ടുണ്ടായിരുന്നില്ല, ചോറുണ്ടായിരുന്നില്ല. ഇവക്ക് ഇട്ട് വെക്കാൻ ഇത് കണ്ടപ്പോൾ ഇവക്ക് ഇട്ട് വെക്കണമെന്ന്. നല്ലോണം പൊന്തി ഫ്രണ്ട്സ്, നല്ല ഉസാറായിട്ട് പൊന്തി. അത് ടേസ്റ്റ് ആയിരിക്കും. ഞങ്ങൾ പാപ്പം ഉണ്ടാക്കട്ടെ. ഫ്രണ്ട്സ് അങ്ങനെ എൻ്റെ റൂംമേറ്റ് ബിന്നി പോവുകയാണ്. ബിന്നി വെക്കേറ്റായി. വേറെ അങ്ങോട്ടോ ഹോസ്റ്റലിലേക്ക് എന്തോ പോണേണ്. ഞാനിപ്പോൾ ഇത്ര സാധനങ്ങൾ ഞാനവളും കൂടി ഞാൻ മാത്രം ഇത്ര സാധനങ്ങൾക്ക് ഇവിടെ ഇറക്കി വെച്ചിട്ട് കൊടുത്ത്. ഇപ്പോൾ അവൾ എന്തോ സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയേക്കാണ്. പിന്നെ ഇവിടെ ഇരിക്കാൻ പറഞ്ഞ് ഊബർ വരുമ്പോൾ അതിലേക്ക് വെച്ച് കൊടുക്കാൻ. ഇവിടെ താഴെ തന്നെ ഇരിക്കുന്നതാണ്. എണ്ണപ്പാടമല്ല കേട്ടോ, മുഖത്ത് സ്കിൻ കെയർ ചെയ്താണ്. കുറേ നാൾക്ക് ശേഷം ശരീരമൊക്കെ ഒന്ന് അനങ്ങിയോണ്ടെന്ന് തോന്നുന്നുണ്ട്. അവിടെ ഇവിടെയൊക്കെ ഇട്ട് വേദന. 3-ാം നിലയിൽ ഇറക്കി ഇവിടെ കൊണ്ടുവന്ന് വെച്ച്, പിന്നെയും 3-ാം നിലയിൽ കയറി പിന്നെയും കൊണ്ടുപോയി വെച്ച്. ഞാൻ പോകാൻ നേരത്തെ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ എൻ്റെ കൂടെ ഉണ്ടായാൽ മതിയായിരുന്നു. എടുത്തു വെക്കാൻ. ഇങ്ങനെയല്ല, എപ്പോഴും ഇങ്ങനെ ആൾക്കാർ പോകുമ്പോൾ അവരുടെ സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്തു കൊടുക്കുമ്പോൾ ഇങ്ങനെ ആലോചിക്കും, ഞാൻ പോകുമ്പോൾ എൻ്റെ കൂടെ ആരുണ്ടാവും സാധനങ്ങളൊക്കെ എടുത്തു വെക്കാനും. ഞാൻ ഇവിടെ വന്നപ്പോൾ എൻ്റെ കസിൻ ചേട്ടൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാനിവിടെ പോകുമ്പോൾ എൻ്റെ സാധനങ്ങളൊക്കെ ഇറക്കാനും വെക്കാനും പിടിക്കാനൊക്കെ ആരുണ്ടാവും എൻ്റെ കൂടെ അറിയത്തില്ല. ഞാനിപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഒരു 4-5 പേരുടെ സാധനങ്ങൾ ഞാൻ കൊണ്ടുപോയി വെച്ച് ഇറക്കി കൊടുക്കുകയും വണ്ടിയിലേക്ക് എടുത്ത് ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
ഈ പോണവരൊന്നും പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല ഏതൊക്കെ വെച്ചോടുക്കണ. പക്ഷേ ഇതെന്നിട്ടാണ് നമുക്ക് ചെയ്യാൻ നമുക്ക് കിട്ടുന്നു, നമുക്ക് നല്ല കാര്യം ചെയ്ത് നമുക്ക് കിട്ടുന്നില്ല തിരിച്ച്. എവടാ എനിക്ക് വിശക്കണില്ല, ഉറക്കം വന്നു, പക്ഷെ ഉറങ്ങാൻ പറ്റണില്ല. സോ എക്സോസ്റ്റഡ്. പഠിക്കാനും പറ്റിയിട്ടില്ലെന്ന്, ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. കുറച്ച് നേരം ഇവിടെ കിടക്കാം. വേണ്ട, വല്ല പാമ്പുണ്ടാവും. ഇപ്പോഴാണ് മറ്റേ മഹാരാജാസ് കോളേജിൽ അവിടെ മറ്റേ എന്നിട്ടാണ് പാമ്പിൻ്റെ ഇത് കേട്ടോ. ഫ്രണ്ട്സ്, അങ്ങനെ ബിനി പോയിരിക്കുന്നു. ബിനിയുടെ സാധനങ്ങൾ എടുത്തിട്ട് അവിടെ ഒരു ഉണക്കപ്പെട്ടി എടുക്കാൻ മറന്ന് അത് അവളുടെ ബോയ് ഫ്രണ്ടിൻ്റെ അടുത്ത് കൊടുത്തു വിട്ടു. എൻ്റെ റൂമിലേക്ക് പോവാം. ക്ഷീണിച്ച് മുഖം കഴുകാൻ പറ്റത്തില്ല, സ്കിൻ കെയർ കാരണം ഭയങ്കര ആഗ്രഹമുണ്ട് മുഖം കഴുകണം.